നമസ്കാരം. സ്ത്രീകളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും അവളെ വലിച്ചിഴയ്ക്കുന്നതും ബലാത്സംഗ ശ്രമത്തിനുള്ള തെളിവുകളായി കണക്കാക്കാനാകില്ലെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ പരാമർശം. നിയമവിദഗ്ധരിൽ പോലും ഇത് ഞെട്ടലായി മാറുന്ന ഒരു സംഭവമായി കഴിഞ്ഞിരിക്കുന്നു. ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള ആലോചനയിലാണ് പ്രോസിക്യൂഷൻ. ഇപ്രകാരം ചെയ്തവർക്ക് മേൽ ബലാത്സംഗ ശ്രമക്കുറ്റങ്ങൾ ചുമത്താനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ബലാത്സംഗ ശ്രമവും ബലാത്സംഗത്തിനുള്ള തയ്യാറെടുപ്പും വ്യത്യസ്തമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ പരാമർശം. 2 യുവാക്കൾക്കെതിരെ കീഴ്ക്കോടതി ചുമത്തിയ പോക്സോ കേസിനെതിരെ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പവൻ, ആകാശ് എന്നിവർക്കെതിരെ ബലാത്സംഗം, പോക്സോ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. 2021 സംഭവം നടന്നത്. ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ വാഹനത്തിൽ കയറ്റിയ ഇരുവരും അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. സംഭവം നടന്ന സ്ഥലത്തുകൂടി പോയ ഒരാളാണ് പെൺകുട്ടിയെ രക്ഷിച്ചത്. സംഭവത്തിൽ സമൻസ് അയച്ച കീഴ്ക്കോടതി നടപടിയെ ചോദ്യം ചെയ്താണ് യുവാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ബലാത്സംഗം തെളിയിക്കാൻ വ്യക്തമായ തെളിവുകൾ ആവശ്യമാണെന്നും ബലാത്സംഗ ശ്രമവും ബലാത്സംഗവും വ്യത്യസ്തമാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ബലാത്സംഗ ശ്രമം കുറ്റാരോപിതർക്ക് മേൽ ചുമത്തണമെങ്കിൽ അവർ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ നിന്ന് മുന്നോട്ടു പോയെന്ന് വാദിഭാഗം തെളിയിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് നാരായൺ മിശ്ര ചൂണ്ടിക്കാണിച്ചു. ഇതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ നിയമ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. കേസിൽ അപ്പീൽ പോയാൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഉത്തർപ്രദേശിൽ പവൻ, ആകാശ് എന്നിവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കയറിപ്പിടിച്ചു എന്നതിനെ ചൊല്ലിയാണ് സംഭവങ്ങൾ നടന്നത്. പിന്നീട് ബലാത്സംഗത്തിന് ശ്രമിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ആ സമയം അതുവഴി ഒരാൾ വരുന്നത് കണ്ട് അവർ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ 2 പ്രതികളും വിചാരണ നേരിടണമെന്ന് കീഴ്ക്കോടതി ഉത്തരവ് ഇട്ടിരുന്നു. ഇതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് അലഹബാദ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ നിരീക്ഷണം. ഒരു പെൺകുട്ടിയെ സ്പർശിക്കാൻ ശ്രമിക്കുന്നതോ പീഡിപ്പിക്കാൻ ശ്രമം നടത്തുന്നതോ ബലാത്സംഗ ശ്രമമായി കണക്കാക്കാൻ പറ്റില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. പ്രതി കലുങ്കിനടുത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയതിനാൽ പെൺകുട്ടിയെ നഗ്നയാക്കിയെന്നോ വസ്ത്രം അഴിച്ചുമാറ്റിയെന്നോ സാക്ഷികൾ പറഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. കീഴ്ക്കോടതിയുടെ കണ്ടെത്തലുകൾ നിലനിൽക്കുന്നതല്ലെന്നും കോടതി വ്യക്തമാക്കി. ഭാര്യയ്ക്ക് 18 വയസ്സോ അതിനു മുകളിലോ ആണ് പ്രായമെങ്കിൽ ഭർതൃബലാത്സംഗം കുറ്റകരമല്ലെന്ന അലഹബാദ് ഹൈക്കോടതി വിധിയും ഇതേ ജഡ്ജിയുടേതായിരുന്നു. 2023 ഈ വിധി. ഇതും രാജ്യം ഏറെ ചർച്ച ചെയ്തു. പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയെന്നാരോപിച്ച് ഭാര്യ നൽകിയ കേസിൽ ഭർത്താവിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധിന്യായത്തിലാണ് കോടതി ഇത്തരമൊരു പരാമർശം നടത്തിയത്. ഭർതൃബലാത്സംഗം ഇന്ത്യയിൽ ഇതുവരെ കുറ്റകരമാക്കിയിട്ടില്ലെന്നും ജസ്റ്റിസ് രാം മനോഹർ നാരായൺ മിശ്ര വിശദീകരിച്ചിരുന്നു.